ഹലോ, അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ പായസ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സേമിയമാണ്. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മെയിൻ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് 2 പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 പാക്കറ്റും ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് റെഡിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സാബുനരി ചേർത്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല തിളച്ച് റെഡിയായിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത സാധനം നല്ലോണം വെന്തെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവറിന് ഏലക്കായും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പായസം ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കാരമൽ ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഒഴിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ മധുരം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് നമ്മളതിലേക്ക് മിൽക്ക് മേഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊന്ന് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ്. എന്തായാലും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.